പൊട്ടിച്ച് പൊട്ടി കൊണ്ട പപ്പ വെക്കട്ടെ. അപ്പൊ ഇതിൽ വെക്കട്ടെ, ഇവിടെ വെക്കട്ടെ, ഇവിടെ വെക്കട്ടെ. പപ്പ ലേശം തൊടിച്ച് വെച്ചേ നീ പിടിച്ച് കുറച്ച് പൊട്ടിച്ചില്ലേ. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കി കാണണ്ടേ. ഹായ്, വെൽക്കം ബാക്ക് ടു രുദ്രത് വ്ളോഗ്സ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഓളെന്താ നോക്കുകയാണ്. അവളത് വിവരം വെച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ എങ്ങനെ വീഡിയോ എടുക്കുന്നത്? ഇല്ല. അപ്പോൾ എന്തെല്ലാം വിശേഷങ്ങൾ മക്കളെ? നമ്മളിതാ കുറേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തായിരുന്നു അല്ലേ, ബെഡ് റെസ്റ്റ് എടുത്തായിരുന്നു. ചെറിയൊരു ഡിസ്കൊക്കെ തെറ്റി ഇങ്ങനെ കിടന്നു. ഇപ്പോഴും റെഡി ആയില്ല, ഇങ്ങനെ വരുന്നു ഇൻഷാ അല്ലാഹ്. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ തപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ നടത്തം പഠിക്കുന്ന മാതിരി ആയി വരുന്നു. ഇനിയുണ്ട് കുറച്ചും കൂടി ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് പെരുന്നാളൊക്കെ ആണ്. പക്ഷേ അത് നമുക്ക് അന്നേരം ഒരു പണി. കഴിഞ്ഞ പെരുന്നാൾക്കാണ് ഞാൻ കിടന്നത്. പെരുന്നാൾക്ക് മൂക്ക് ചെറുതായിട്ടൊരു ഛർദി, ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതപ്പോൾ ഏകദേശം ഓക്കെ ആയിക്കില്ലേ. പൊട്ടിച്ച് കാറ് പൊട്ടിച്ച്. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. എന്ത് പറ്റി, എന്താ വീഡിയോ ഇല്ലാത്തതൊക്കെ. ഇപ്പോഴും വീഡിയോസിൽ ആൾക്കാർ അതായത് നമുക്ക് പേഴ്സണലൊക്കെ. അപ്പോൾ എല്ലാവരോടും നമ്മൾ ഇതായിരുന്നു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മാക്സിമം ശ്രമിക്കുക. പിന്നെ മോള് ഉള്ളത് കൊണ്ട് എന്താ പറയുക, വീഡിയോസൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫോൺ എവിടെയും വെക്കണമല്ലോ. വെച്ചാൽ ആശാത്തി പോയിട്ട് ഫോൺ വേണ്ടിയിട്ടല്ല, കൗതുകത്തിൽ പോയി എടുക്കുക ചെയ്യുക. ഫോണിൽ കളിയൊന്നും ഇല്ല കേട്ടോ. ആകെ അറിയാലോ, അതായത് വാപ്പാനെ വിളിക്കുന്ന ഗൾഫിലേക്ക് ഹലോ അത് മാത്രമേ അറിയാം അല്ലേ. വേറെ ഫോണിലും മാന്തലും അത് ഹലോ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്താക്കുക, നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് എപ്പോഴെങ്കിലൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇപ്പോൾ സ്വിച്ച് പൊട്ടിച്ച്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരോടും വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ അല്ലേ. വലിയ പെരുന്നാൾ ആശംസകൾ ഇതും അസ്സലാമു അലൈക്കും പറയും. അവള് ആര് ഛർദി ഇതൊക്കെ ആയിട്ടുള്ളൊരു ക്ഷീണത്തിലാണ്. അപ്പം ഞാനും ക്ഷീണത്തിലാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അപ്പം എല്ലാവരും ദ്വാരക്കും അല്ലേ, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അല്ലേ കുഞ്ഞു കൂടിയാണ് എല്ലാവരും ഒന്ന് അറിയിക്കാന്നുള്ളത്. നമ്മൾ എവിടെ പോയി എന്നുള്ള ചോദിച്ച ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വന്നാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എപ്പോൾ വരുന്നത് ഇൻഷാ അല്ലാഹ് അറിയില്ല. പെട്ടെന്ന് ഞങ്ങൾ വരും, നല്ല രീതിയിൽ വരണം ഇൻഷാ അല്ലാഹ് അല്ലേ. പോയി ഇതാ വരും. ഞങ്ങൾ ഇടയ്ക്കൊരു വരുത്തുണ്ട്, പിന്നെ ഒരു പോക്കുണ്ട്. ആണല്ലോ. അപ്പോൾ അതാ എല്ലാവരോടും അസ്സലാമു അലൈക്കും ബായ്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കുക. ശ്രദ്ധിച്ചൊക്കെ വണ്ടിയിൽ പോവാം. ഒരുപാട് വണ്ടിയിൽ ഇപ്പം ഞാനൊന്ന് പോകുമ്പോഴൊക്കെ ഒരു മോളായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. പെരുന്നാളാണ്, എല്ലാവരും വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പോൾ ലൈസൻസ് ഇല്ലാണ്ട് നേരത്തെ ഒരു ചെറിയുള്ളൊരു കുട്ടി പോകാണ്ട് കണ്ടിട്ട് പോകുന്നുണ്ട്. വണ്ടിനാണ് ചെറിയ ആൾ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം നോക്കുക, പോവുക. എല്ലാവരും സന്തോഷിച്ച് നല്ല അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ഉഷാറാക്കുക അല്ലേ. അപ്പോൾ ഇതും ബാർക്ക് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ. അതാ മോളിച്ച് ബൈ. ടാറ്റ കൊടുക്ക്. അപ്പോൾ ഓക്കെ എന്നാൽ.